പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം 9 വയസ്സുകാരുടെ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡിഎംഒയുടെ അന്വേഷണ റിപ്പോർട്ട് കുടുംബം തള്ളുന്നു. ഡോക്ടേഴ്സിനെ രക്ഷിക്കാനാണ് ഇത്തരമൊരു റിപ്പോർട്ട്. ചികിത്സാ പിഴവ് ഉണ്ടായെന്നതിൽ ഉറച്ചു നിൽക്കുന്നതായും കുടുംബം അറിയിച്ചു. അതേസമയം വീഴ്ച ഉണ്ടായെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ചികിത്സാ പിഴവുണ്ടായിട്ടില്ല എന്ന 2 അംഗ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ട്, ഡോക്ടേഴ്സിനുണ്ടായ തെറ്റ് മറച്ചുവെക്കാനാണ് ഇത്തരമൊരു റിപ്പോർട്ടെന്നും കുടുംബം. പാലക്കാട് OP പോണത് OP പിന്നെ അവിടെയും പോയി എടുക്കാനൊന്നും പറ്റില്ല. പാലക്കാട് തന്നെയല്ലേ OP എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ അക്ഷയ് സെന്ററിൽ പോയി OP എടുക്കാൻ പറ്റില്ലല്ലോ. ചികിത്സ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അവരെന്തോ ചെയ്യണം പറ്റി ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾ ഇതിൽ എന്തായാലും ഉറച്ചു നിൽക്കും. കാരണം എൻ്റെ മോളുടെ കയ്യാ പോയിരിക്കുന്നത്. നാളെ ഇതുപോലെ എന്തെങ്കിലും പോയാൽ കിഡ്നി പോകില്ലെന്ന് എന്താ ഉറപ്പ് തരും ഇവര്. പരിക്കേറ്റ 2ാം ദിവസം തന്നെ കുട്ടിക്ക് വേദനയുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് കൈവിരലുകൾ ചലിപ്പിച്ചു നോക്കിയിട്ടില്ല. മുറിവിൽ മരുന്ന് വെക്കാതെ പ്ലാസ്റ്റർ ഇട്ടെന്നും കുടുംബം. 25-ാം തീയതി ഞങ്ങൾ പോയത് വേദനയോടെയാണ് പോയത്. അപ്പോൾ പോയപ്പോൾ പറഞ്ഞു എല്ല് പൊട്ടിയതല്ലേ, അപ്പോൾ വേദന ഉണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ വെളിയിലേക്ക് മരുന്ന് എഴുതി തന്നു. 5 ദിവസത്തേക്ക് മരുന്ന് എഴുതിയത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. അതേസമയം വീഴ്ചയുണ്ടായെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്ത് നൽകി. പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരിയുടെ വലതുകൈയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റിയത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.